ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ. നമഃ ആചാര്യപാദായ കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 11. അധ്യായത്തിൻ്റെ പേര് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരക പ്രവേശനം. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകയ്ക്കുള്ള പ്രയാണമാണ്, യാത്രയാണിത്. എത്തണ സമയമാണ്, എത്തിയിട്ടുള്ളതാണ്. ഓക്കെ, തുടങ്ങാം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത
അധ്യായം 11. അധ്യായത്തിന്റെ പേരെന്താണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകാ പ്രവേശനം. ഈ അധ്യായത്തിൽ 39 ശ്ലോകമാണ് ആകെയുള്ളത്. അതിന് നമുക്കൊരു സമ്മറിയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ എന്താ പറയുന്നത്? കൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് വരുന്ന വഴി ഒരുപാട് ദേശങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ആ ദേശങ്ങളിൽ ഓരോരുത്തരും അദ്ദേഹത്തിന് പലവിധ പലഹാരങ്ങളും പുഷ്പങ്ങളും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അദ്ദേഹം അതെല്ലാം സന്തോഷപൂർവ്വം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന് സമർപ്പിച്ചു, അദ്ദേഹം സ്വീകരിച്ചു. ഇതൊക്കെയാണ് പറഞ്ഞത്. ജനങ്ങളെല്ലാം ഗംഭീരമായിട്ട് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞ ആ യാത്രയിൽ. പിന്നീട് അദ്ദേഹം ദ്വാരകയുടെ അതിർത്തിയിലെത്തി. ദ്വാരക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധമായിട്ടൊരു രാജ്യം. അതുപോലെ വൈകുണ്ഠത്തിൽ അതേ സമ്പത്തുള്ള രാജ്യമാണത് ദ്വാരക. അപ്പോൾ ദ്വാരകയുടെ അതിർത്തിയിൽ അദ്ദേഹം എത്തി. അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള പാഞ്ചജന്യം എന്ന ശംഖ് ഊതാൻ തുടങ്ങി. എന്തിനാ ശംഖ് ഊതിയത്? ഞാൻ എത്തി, വിഷമിക്കേണ്ട ദ്വാരകാവാസികൾ മുഴുവൻ വിരഹത്തിലിരിക്കുകയാണ്. ഭഗവാൻ ഒരു നിമിഷം പിരിയാത്ത ആൾക്കാരാണ് ദ്വാരകയിലെ ആളുകൾ അപ്പോൾ അവർക്കങ്ങനെ ഭഗവാനെ പിരിഞ്ഞിരുന്ന ശീലമില്ല. അപ്പോൾ ഭഗവാനെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഹസ്തിനപുരത്ത് യുദ്ധവും ഒക്കെ ആ സമയത്തൊക്കെ ഭഗവാൻ പാണ്ഡവരുടെ കൂടെ ആയിരുന്നു അപ്പോൾ ഒരുപാട് കാലമായി ഭഗവാൻ ദ്വാരകയിൽ ഇല്ലാതെ. അപ്പോൾ ഞാൻ വേഗം എത്തി എന്ന് ദ്വാരകവാസികൾ അറിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശംഖിൻ്റെ പേരെന്താ? പാഞ്ചജന്യം എന്നുള്ള ശംഖ് ഊതി. അപ്പോൾ അത് വിഷണ്ണരായ ദ്വാരകാവാസികളെ സാന്ത്വനം ചെയ്യാനായിരുന്നു അദ്ദേഹം ശംഖ് മുഴക്കിയത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെളുത്ത ശംഖ് അദ്ദേഹത്തിൻ്റെ അധരത്തിൽ ഊട്ടിയപ്പോൾ രക്തവർണ്ണമായി എന്നാണ് പറയുന്നത്. ഈ ശംഖിൻ്റെ കളർ ഭഗവാനായിട്ട് നമ്മൾ ഭഗവാനോട് അടുക്കും തോറും ഭഗവാന്റെ ആ സൗന്ദര്യം നമുക്ക് വരുന്നു എന്നുള്ള ഒരു അർത്ഥമാണ്. ആ ശംഖിന് ഭഗവാന്റെ സ്പർശത്താൽ ആ ഒരു സ്വർണ്ണവർണ്ണം ലഭിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഈ ശംഖുലി ശ്രവിച്ച ദ്വാരകാവാസികൾ അതിശീഘ്രം ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു എന്ന് പറയുന്നത് അച്ഛനെ അമ്മയൊക്കെ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ കാണാതിരിക്കുന്ന ആ വിരഹത്താൽ വെന്ത് നിൽക്കുന്ന അവർ ഓടി വരികയാണ് ഭഗവാന്റെ ശംഖുലി കേട്ടപ്പോൾ. അവരെല്ലാവരും എങ്ങനെ വന്ന്? വെറും കൈയോടെയല്ല വന്ന്, അവരുടെ കഴിവിനൊത്ത ഉപഹാരങ്ങൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെ കാണാനായിട്ട് നമ്മൾ ഭഗവാനെ കാണുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയില്ലേ കുറച്ച് പൂക്കളോ എന്തെങ്കിലുമൊക്കെ തരാൻ പറയട്ടെ. ഒന്നും കൊണ്ടുപോയില്ല, എനിക്ക് തരൂ എന്ന് പറയല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും കഴിവിനൊത്താന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്നത് കൊണ്ടുവരണം എന്നല്ല ഭഗവാന്റെ അടുത്ത്. നമുക്ക് എന്താണോ കഴിവ് അതിനനുസരിച്ച് കഴിവിനൊത്തത് കൊണ്ടുവരണം. അങ്ങനെ എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാന് അവർ സമർപ്പിച്ച ഉപഹാരങ്ങൾ സൂര്യന് ദീപം സമർപ്പിക്കുന്ന പോലെയാണ്. എന്താണ് ഈ സൂര്യന് ദീപം സമർപ്പിക്കുക? സൂര്യൻ പറഞ്ഞ എല്ലാ വെളിച്ചത്തിന്റെ ഉറവിട ആരാണ്? സൂര്യൻ. അദ്ദേഹത്തിന് ദീപം കൊണ്ട് സമർപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? സൂര്യന് പോയിട്ട് വിളക്ക് കാണിച്ചാൽ എങ്ങനെയുണ്ടാവും? ഈ കുഞ്ഞു ചിമ്മിണി വിളക്ക് കാണിച്ചാൽ എങ്ങനെയുണ്ടാവും സൂര്യന്? അതുപോലെയാണ് കൃഷ്ണ ഭഗവാന് ഈ ഉപഹാരങ്ങൾ എന്ന് പറയുന്നത്. വെച്ചാൽ സർവർക്കും സർവ്വതും കൊടുക്കുന്ന ആരാണ്? കൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന് ഈ ഉപഹാരങ്ങൾ എങ്ങനെയുണ്ട്? സൂര്യന് ദീപം സമർപ്പിക്കുന്ന പോലെ. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ സ്നേഹം അദ്ദേഹം സ്വീകരിച്ചു. നമ്മൾ ഗുരുക്കന്മാരെങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുകൊടുക്കുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കും. അവർക്ക് അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല എന്ത് കൊടുത്താലും. ചിലർ വാച്ച് കൊടുക്കും ഗുരുവിന് അവർക്ക് വാച്ചൊന്നും ആവശ്യമില്ല. പക്ഷെ എന്നാൽ അതൊക്കെ സ്നേഹത്തോടെ അവർ സ്വീകരിക്കും. ഫുഡ് ഐറ്റംസ് കൊടുക്കും. അതുപോലെ ഇവിടെ ഭഗവാനെ കൊടുക്കും. ഭഗവാൻ കൽപ്പവൃക്ഷത്തെ പോലെയാണ്. അദ്ദേഹത്തിൽ നിന്ന് എല്ലാവർക്കും എല്ലാതും ലഭിക്കുന്നു. പക്ഷെ എങ്കിലും ഒരു ശുദ്ധ ഭക്തന് ഭക്തിക്ക് തടസ്സമായി നിൽക്കണമെന്ന് ഭഗവാൻ കൊടുക്കില്ല. എന്താ പറഞ്ഞത്? ഭഗവാൻ കൽപ്പവൃക്ഷം പോലെയാണ്. കൽപ്പവൃക്ഷം പോലെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാ എന്ത് ചോദിച്ചാലും ലഭിക്കും കൽപ്പവൃക്ഷം. അതായത് കൽപ്പവൃക്ഷത്തിന് ഇപ്പോൾ ഒരു മാങ്ങ, നമ്മുടെ ഇവിടെ ഒരു മാങ്ങമരം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് മാങ്ങ ചോദിച്ചാൽ മാങ്ങ കിട്ടും. പക്ഷെ നാളികേരം ചോദിച്ചാൽ കിട്ടുമോ? ചക്ക ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. പക്ഷെ കൽപ്പവൃക്ഷം അങ്ങനെയല്ല, എന്ത് ചോദിച്ചാലും കിട്ടും കൽപ്പവൃക്ഷത്തിൽ. ഇങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ ബിരിയാണി വേണം, ചിക്കൻ ബിരിയാണി കിട്ടും പെട്ടെന്ന് ബിരിയാണി വരും. അതാണ് എന്ത് ചോദിച്ചാലും അത് ആ ഒരു വൃക്ഷത്തിന് കിട്ടും. അതിനെയാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. ഗോലോകത്തിലെ വൃക്ഷങ്ങളെല്ലാം കൽപ്പവൃക്ഷങ്ങളാണെന്ന് പറയാം. ആ വൃക്ഷത്തിൽ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. അതുപോലെയാണ് ഭഗവാൻ. പക്ഷേ എല്ലാം കൊടുക്കുന്ന ഭഗവാൻ തൻ്റെ ശുദ്ധ ഭക്തന്മാർക്ക് ചില സംഭവങ്ങൾ കൊടുത്താൽ അത് ഭക്തിക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ അത് കൊടുക്കില്ല. അപ്പോൾ ഓക്കെ, മനസ്സിലായല്ലോ? ചിലവർക്ക് നമ്മൾ ചോദിക്കുക അങ്ങനെ എല്ലാം കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ ഭക്തന്മാർക്ക് പലതും കൊടുക്കാതെ ഭഗവാൻ ചോദിക്കുന്ന ഉത്തരം അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്രഭു. അതെന്താണ്? ഒരു ശുദ്ധ ഭക്തന് ഭക്തിക്ക് തടസ്സമാണ് ഇന്ന കാര്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭഗവാൻ അത് കൊടുക്കില്ല.
ഇനി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം അമ്മയായിട്ട്, അച്ഛനായിട്ട്, ആരാധ്യ പുരുഷനായിട്ട്, ഭർത്താവായിട്ട്, കാമുകനായിട്ട് ഒക്കെ കണ്ട് ജീവിച്ച ദ്വാരകാവാസികള് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാനെ കണ്ടതും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് അവര് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ സർവമംഗള രൂപം ദർശിക്കുവാൻ കഴിഞ്ഞവര് മഹാഭാഗ്യമായിട്ട് കരുതി എന്ന് പറയുന്നത് അല്ലേ. അതായത് 33 കോടി ദേവീദേവന്മാർക്ക്, ശിവൻ, പിന്നെ ബ്രഹ്മാവ്, അതുപോലുള്ളവർക്ക് പോലും വളരെ വിരളമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം. അങ്ങനെ ഇരിക്കെ ദ്വാരകാവാസികൾക്ക് നിത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത്? കൃഷ്ണ ഭഗവാൻ ഈ സുന്ദര രൂപം എന്നും ദർശിച്ചുകൊണ്ടിരിക്കുന്ന ദ്വാരകാവാസികള് അത് മഹാഭാഗ്യമായിട്ട് കരുതി അല്ലേ. അവർ എന്നും കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ കുറച്ച് ദിവസം വിരകുണ്ടായി അവർക്ക്. അതുകൊണ്ട് അവർ വിചാരിക്കാണ് കുറേ കാലമായി, എത്രയോ കാലമായി ഭഗവാനെ കണ്ടിട്ട് എന്ന് അവർക്ക് തോന്നണം അല്ലേ. നമ്മൾ ചൈതന്യ മഹാപ്രഭു പറയില്ലേ, യുഗായുധം നിമേഷേണ ചക്ഷുഷാ പ്രാവൃഷായുധം ശൂന്യായുധം ജഗത്സർവം ഗോവിന്ദ വിരഹേണമേ. ഗോവിന്ദന്റെ വിരഹം ഓരോ നിമിഷം ഒരു യുഗം പോലെ തോന്നണമെന്നവർക്ക്. ഓരോ നിമിഷം കഴിച്ചു കൂട്ടാൻ പറ്റില്ല. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടുള്ള വ്യക്തികൾ നമ്മുടെ അടുത്തുനിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദിവസം സമയമൊന്നും പോവുകയില്ല അല്ലേ. എന്താണ് അല്ല, അങ്ങനെയാണ് ഒരു നിമിഷം ഒരു യുഗം പോലെ എത്ര കഴിയാന്ന് തോന്നും. ഇഷ്ടപ്പെട്ട വ്യക്തികൾ അടുത്തുണ്ടെങ്കിലോ ഒരു യുഗം നിമിഷം പോലെ കഴിഞ്ഞു പോകും. സ്നേഹം കാരണം പരസ്പരം സംസാരിച്ച് അല്ലേ, സത്സംഗം കഴിഞ്ഞു പോണ പോലെ ദാ തുടങ്ങുമ്പോഴേക്കും കഴിഞ്ഞു അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഒന്നിച്ചിരിക്കുമ്പോൾ അത് ആ ഒരു യുഗം നിമിഷം പോലെ കഴിഞ്ഞു പോകും. പക്ഷെ ആ ഭഗവാൻ അടുത്തില്ലാണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നവർക്ക്? ഒരു നിമിഷം യുഗം പോലെ അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് ദ്വാരകാവാസികൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഭഗവാനെ മുഖാമുഖം ദർശിക്കാൻ കഴിഞ്ഞതിൽ അവർ ഹർഷോന്മാദത്തിലായിരുന്നു. ഹർഷോന്മാദം പറഞ്ഞാൽ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട അതീന്ദ്രിയമായിട്ട് ഉള്ള സന്തോഷത്തിനെയാണ് എന്ത് പറയുന്നത്? ഹർഷോന്മാദ അവസ്ഥ. അങ്ങനെ ഭഗവാൻ മധുരയിലോ ഹസ്തിനപുരത്തിലോ യാത്ര പോകുന്ന അവസരത്തിൽ ഭഗവാന്റെ വിരഹം ദ്വാരകാ നിവാസികൾക്ക് ഒരു നിമിഷം ഒരു യുഗം പോലെ അനുഭവപ്പെട്ടു. ഇത് നമ്മൾ പറഞ്ഞു ചർച്ച ചെയ്തു. ഇനി പ്രജകൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അതിമനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുകയും അല്ലേ, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പ്രജകളുടെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ശ്രവിച്ച ഭഗവാൻ പ്രജകളോടും ഭക്തരോടും വളരെ കൃപയോടെ അവരെ എന്ത് ചെയ്തു? വളരെ അനുഗ്രഹിച്ചിട്ട് പുഞ്ചിരിച്ചിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു അല്ലേ. ദ്വാരകയിലേക്ക് കാലെടുത്ത് വെച്ചു ഭഗവാൻ. അവരുടെ എല്ലാം പ്രണാമങ്ങൾ സ്വീകരിച്ചു. ഈ ഭക്തന്മാർ മുഴുവൻ പല രീതിയിൽ പ്രണമിക്കുന്നു അല്ലേ. അദ്ദേഹം ദിവ്യ കടാക്ഷത്താൽ അവരെയൊക്കെ സാന്ത്വനിപ്പിച്ചു. ഭഗവാന്റെ ദിവ്യ കടാക്ഷം, മന്ദസ്മിതം എന്നൊക്കെ പറയും, മധുരമായ പുഞ്ചിരിയും അല്ലേ. ഓരോ വ്യക്തികളെ ഇങ്ങനെ ഓരോ ആ കടക്കണ്ടിട്ട് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കും വളരെ സന്തോഷം. അവരെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനോട് ആകർഷണം തോന്നുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സൗകുമാര്യം അത്ര കണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ആർക്കും സഹിക്കാനും പറ്റില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ വശ്യമനോഹരമായിട്ടുള്ള ആ സൗന്ദര്യവും ആ സ്വഭാവവും ആ പെരുമാറ്റവും ആ പുഞ്ചിരിയും ആ കടാക്ഷവും ഒക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ ഭഗവാന്റെ ദ്വാരകാ നഗരത്തെ കൃഷ്ണ ഭഗവാനോളം ശക്തരായിട്ടുള്ള വൃഷ്ണി വംശജർ സംരക്ഷിച്ചിരുന്നു. അതിമനോഹരമായിരുന്നു ദ്വാരക. എല്ലാ ഋതുക്കളിലും ദ്വാരകാപുരി വിഭവ സമ്പൂർണമായിരുന്നു. അവിടെ പർണശാലകൾ, പഴത്തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, മനോഹരങ്ങളായിട്ടുള്ള ക്രീഡാവനങ്ങൾ, താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങൾ എന്നിവ ദ്വാരകയിലുടനീളം സമൃദ്ധമായിരുന്നു. ഇനി ദ്വാരകയുടെ ഭംഗി പറയാണ് അല്ലേ. ദ്വാരകയെ ഭഗവാൻ ഇല്ലാത്ത സമയത്ത് ഭഗവാനോളം തന്നെ അതിശക്തരായിട്ടുള്ള വൃഷ്ണി വംശ രാജാക്കന്മാർ സംരക്ഷിച്ചിരുന്നു ദ്വാരകയെ. മാത്രമല്ല ദ്വാരകയുടെ സൗന്ദര്യം എന്താ പറയുന്നത്? അതിമനോഹരമാണ് ദ്വാരക. എല്ലാ ഋതുക്കളിലും ദ്വാരകാപുരിയിൽ വിഭവ സമ്പൂർണമായിരുന്നു എന്ന് പറയുന്നത്. എല്ലാതരം വിഭവങ്ങളും സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത്. അവിടെ പർണശാലകൾ, ഉദ്യാനങ്ങൾ അല്ലേ, പൂന്തോട്ടങ്ങൾ, പിന്നെന്താ പറയുന്നത് മനോഹരങ്ങളായിട്ടുള്ള ക്രീഡാസ്ഥലങ്ങൾ, കളിസ്ഥലങ്ങൾ, താമരപ്പൂക്കൾ നിറഞ്ഞ ഉദ്യാനങ്ങൾ, അതിലൊക്കെ ഹംസങ്ങളൊക്കെ വിഹരിക്കുന്നു. അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്താണ് ദ്വാരകയ്ക്ക്. ഇനി ഭഗവാൻ ഇങ്ങനെ ദ്വാരകയിലേക്ക് വരികയല്ലേ, നടന്ന് കയറി വരികയാണ്. അപ്പോൾ ദ്വാരകയിലെ നിവാസികളെല്ലാവരും ആ നഗരവീതി മുഴുവൻ അലങ്കരിച്ചു എന്ന് പറയുന്നത്. മാവിൻ്റെ ഇലകൾ കൊണ്ടും നമ്മൾ കുലവാഴകൾ കൊണ്ടൊക്കെ നമ്മൾ ഇല്ലേ മംഗളകരമായിട്ട് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ നഗര കവാടങ്ങളും വീടുവാതിലുകളും
നഗരവീതിയിലുടനീളമുള്ള പുഷ്പകമാനങ്ങളും ഉത്സവ പ്രീതി ജനിപ്പിക്കുന്ന വാഴക്കുലകളും മാവിൻ്റെ ഇലകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചു. അതായത് വാഴക്കുല കൊണ്ടും മാവിൻ്റെ ഇലകൾ കൊണ്ടൊക്കെ ഈ വീതി മുഴുവൻ അലങ്കരിച്ചു, വീടുകളൊക്കെ അലങ്കരിച്ചു. നമ്മളിങ്ങനെ രഥയാത്ര വരുമ്പോൾ അല്ലേ ഒക്കെ അങ്ങനെ ചെയ്യും, വീടുകളൊക്കെ അലങ്കരിക്കും. അങ്ങനെ പിന്നെ കൊടിക്കൂറകള്, തോരണങ്ങള്, പൂമാലകള്, വർണ്ണചിത്രങ്ങള്, സ്തുതിഗീതങ്ങള്, ഇതൊക്കെ ആലേഖനം ചെയ്ത ഫലകങ്ങൾ, ഇതെല്ലാം സൂര്യപ്രകാശത്തിൽ നിന്ന് അല്ലേ ഇവര് തണലേകി എന്നാ പറയുന്നത്. സൂര്യപ്രകാശം, സൂര്യൻ ഉദിച്ചിരിക്കുന്ന പകൽ സമയത്താണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ അവിടെ കൊടി തോരണങ്ങളും അല്ലേ എല്ലാം ഉണ്ട്. പിന്നെ പൂമാലകൾ, വർണ്ണചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ആ ഫലകങ്ങൾ ഇതെല്ലാം തൂക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ വെയില് ഏൽക്കുന്നുണ്ടായിരുന്നില്ല അത്. ഇനി പ്രധാന വീതികളിലും, മെയിൻ റോഡ് പറയില്ലേ, പ്രധാന വീതികളിലും പിന്നെ തുരങ്കങ്ങളും ഇടവഴികളും കമ്പോളങ്ങളും പൊതു സമ്മേളന സ്ഥലങ്ങളുമെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് അവിടെയൊക്കെ സുഗന്ധജലം തളിച്ചു എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞാൽ പൊതു മെയിൻ റോഡുകളിൽ എങ്ങനെയാണ്, അവിടെ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു, ഇടവഴികൾ, കമ്പോളങ്ങൾ, ഇവിടെയൊക്കെ എങ്ങനെയാണ് പുഷ്പങ്ങൾ വിതറിയിട്ട് അവിടെയൊക്കെ സുഗന്ധജലം അല്ലേ, നല്ല ഭംഗി, നമ്മൾ റോസ് വാട്ടറൊക്കെ തെളിക്കില്ല, അതുപോലെ സുഗന്ധജലം തെളിച്ചിരുന്നു. കൂടാതെ ഭഗവാനെ സ്വാഗതം ചെയ്യാനായിട്ട് പഴങ്ങളും പുഷ്പങ്ങളും പൊട്ടിക്കാത്ത വിത്തുകൾ അല്ലേ, വിത്ത് അതൊക്കെ ഒരു ശുഭസൂചകമാണ്. ആ വിത്തുകളൊക്കെ എല്ലായിടത്തും വിതറിയിരുന്നു. എന്താണ്, പഴങ്ങള്, പൂക്കള്, വിത്തുകൾ ഒക്കെ വിതറിയിരുന്നു. ഇതൊക്കെ മംഗള സൂചകമാണെന്ന് പറയുന്നത് ഭഗവാനെ സ്വാഗതം ചെയ്യുന്നത്. ഇനി ഓരോ ദ്വാരകാവാസികളും എന്തൊക്കെ ചെയ്തു, വീട്ടില് മംഗള ദർശനമായ തൈര് വളരെ മംഗളാന്ന് പറയും. തൈര്, പൂക്കള്, കരിമ്പ്, നമ്മൾ കണ്ട ഉത്സവങ്ങൾക്കൊക്കെ കരിമ്പ്, ദേവിയുടെ ഉത്സവത്തിനൊക്കെ നമ്മൾ കരിമ്പ് വയ്ക്കാറില്ലേ, കരിമ്പ്. പിന്നെ പൂർണ്ണകുംഭം കേട്ടില്ലേ, പൂർണ്ണകുംഭം അല്ലെ, ഒരു തരം പ്രത്യേക കുടത്തിൽ നമ്മൾ ഒരു മാവിലേക്ക് വെച്ചിട്ട് അതാണ് പൂർണ്ണകുംഭം. പിന്നെ അങ്ങനെയുള്ള സർവ്വവിധ പൂജാ സാമഗ്രികൾ, ചന്ദനത്തിരി അങ്ങനെയുള്ളത്, ദീപം, ഇതെല്ലാം ഒരുക്കി വെച്ച് ഓരോ വീടുകളിൽ എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്, തൈര്, പഴങ്ങള്, പൂക്കള്, പൂർണ്ണകുംഭം, ചന്ദനത്തിരി, പൂജാദ്രവ്യങ്ങൾ, ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാധാമത്തിൽ ആഗതനാകുന്നു എന്ന് ശ്രമിച്ച് വസുദേവര്, അക്രൂരര്, ഉഗ്രസേനൻ, ബലരാമൻ, ചാരുദേശൻ, പ്രദ്യുമ്നൻ, സാമ്പൻ അങ്ങനെയുള്ളവരെല്ലാവരും അതിയായ സന്തോഷത്തോടെ ഭക്ഷണവും വിശ്രമവും ഒക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആരൊക്കെ വരുന്നത്, വസുദേവര്. ആരാ വസുദേവര്? ആരാ വസുദേവര്? ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനാണ് അല്ലെ, ശൂരസേന രാജാവിന്റെ പുത്രനും അല്ലെ, കൃഷ്ണ ഭഗവാന്റെ അച്ഛൻ, ദേവകിയുടെ ഭർത്താവ് അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനാണ്, കുന്തിയുടെ സഹോദരൻ. കുന്തി ആരുടെ പെങ്ങളാണ്? വസുദേവരുടെ, ഭഗവാന്റെ അമ്മായിയാണ്, വസുദേവരുടെ പെങ്ങളാണ്. അപ്പൊ ഈ വസുദേവരെ കുറിച്ച് നമ്മൾ പറയുന്നത് കുന്തിയുടെ സഹോദരനാണ്, സുഭദ്രയുടെ അച്ഛനാണ്. മനസ്സിലാവണ്ട വസുദേവർ ആരാണെന്നാണ്. വസുദേവർക്ക് 18 പത്നിമാരുണ്ട്, ദേവകി ഉൾപ്പെടെ. അതിൽ മെയിൻ ആളാണ് ദേവകി. രോഹിണിയൊക്കെ വസുദേവരുടെ പത്നിയാണ്. സുഭദ്ര, കൃഷ്ണൻ, ബലറാമൻ ഇതൊക്കെ വസുദേവരുടെ മക്കളാണ് അല്ലേ. ശൂരസേന രാജാവിന്റെ പുത്രനാണ്. ഇതൊക്കെയാണ് വസുദേവരുടെ. പിന്നെ ഉഗ്രസേന രാജാവിന്റെ മന്ത്രിയായിരുന്നു. ഉഗ്രസേന ആരാണ്? കംസന്റെ അച്ഛനാണ് ഉഗ്രസേനൻ. മധുര ഭരിച്ചിരുന്ന ആരാണ്? ഉഗ്രസേന രാജാവാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന ആര്? വസുദേവർ അല്ലേ, വസുദേവർ, കൃഷ്ണന്റെ അച്ഛൻ. ഉഗ്രസേനന്റെ സഹോദരനായിട്ടുള്ള ദേവകന്റെ 8 പുത്രിമാരെ വിവാഹം ചെയ്ത ആരാണ്? ഉഗ്രസേനന് ഒരു അനിയനുണ്ട്, ആരാണ്? ദേവകൻ. അദ്ദേഹത്തിന്റെ 8 പുത്രിമാരെ ആരാ കല്യാണം കഴിച്ചത്? വസുദേവർ. ആ ദേവകി, ആ 8 പുത്രിമാരിൽ ഒരാളാണ് ആര്? ദേവകി. അതിലൊരുവളാണ് ദേവകി. കംസൻ ഉഗ്രസേനന്റെ മകനാണ്. ഇത്രയൊക്കെയാണ് വാസുദേവരെ കുറിച്ച് പറയാനുള്ളത്. അതായത് കംസൻ ആരാണ്? വസുദേവരുടെ അളിയനാണ്. ഇവിടെ കിട്ടിയ വസുദേവരെ കുറിച്ച്. വസുദേവർ ആരാണെന്ന് പറഞ്ഞാൽ ശൂരസേന രാജാവിന്റെ മകനാണ് അല്ലെ. അദ്ദേഹം കല്യാണം കഴിച്ച ആരാണ്? ഉഗ്രസേന മഹാരാജാവിന്റെ സഹോദരനായിട്ടുള്ള ദേവകന്റെ 8 പുത്രിമാരെ കല്യാണം കഴിച്ചു അല്ലെ. മൊത്തം 18 പത്നിമാരുണ്ട്. ഈ 8 പേരും കൂടെ ഉണ്ട്. ഈ 8 പ്രധാനപ്പെട്ട ആരാണ്? ദേവകി മാത. പിന്നെ കൃഷ്ണ ഭഗവാന്റെയും സുഭദ്രയുടെയും ബലറാമന്റെയൊക്കെ പിതാവാണ്. കുന്തി ദേവിയുടെ സഹോദരനാണ്. പിന്നെ ഉഗ്രസേന രാജാവിന്റെ മന്ത്രിയാണ്. മന്ത്രി എന്നല്ലേ പറഞ്ഞ, മന്ത്രിയായിരുന്നു. ഇനി അടുത്ത അക്രൂരൻ. അടുത്ത കാത്തു നിൽക്കാൻ വന്ന ആരാണ്? അക്രൂരൻ. അക്രൂരൻ എല്ലാവർക്കും അറിയാം അല്ലെ, സേനാധിപതി. വൃഷ്ണി വംശത്തിന്റെ സേനാധിപതിയാണ് അക്രൂരൻ. അക്രൂരന്റെ പത്നിയുടെ പേര് സൂതനി എന്നാണ്. സൂതനി, അത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഉഗ്രസേന. ആരാ ഉഗ്രസേനൻ? ഉഗ്രസേനാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മധുര അല്ലെ, കംസന്റെ അച്ഛൻ. വൃഷ്ണി വംശത്തിലെ പ്രബല രാജാക്കന്മാരിൽ ഒരാളാണ് ഉഗ്രസേനൻ. കുന്തിഭോജന്റെ അമ്മാവന്റെ മകനാണ്. കുന്തിഭോജ മഹാരാജാവ്. കുന്തിഭോജ മഹാരാജാവിനാണ് തൻ്റെ അനിയന്റെ മകള് അല്ലെ, ആരാണ്? കുന്തി ദേവി.
കുന്തിദേവി അല്ല, പൃഥ എന്നായിരുന്നു പേര്. പൃഥ എന്നുള്ള ദേവീനെ കുന്തിഭോജ മഹാരാജാവിന് ദത്ത് കൊടുത്തു. അങ്ങനെയാണ് പൃഥയ്ക്ക് കുന്തി എന്ന് പേര് വന്നത്. അപ്പൊ ഈ കുന്തിഭോജൻ ആരാണെന്ന് പറഞ്ഞത്? ഉഗ്രസേനന്റെ അമ്മാവന്റെ മകനാണെന്ന്. അവർ ബന്ധമുണ്ട്, അങ്ങനെയാണ് ദത്ത് കൊടുത്തത്. അപ്പൊ കംസൻ മകൻ ഇത്രയും നമുക്ക് അറിഞ്ഞു. ബലരാമൻ എല്ലാവർക്കും അറിയാറ. ബലരാമൻ വസുദേവരുടെ തന്നെ പുത്രനാണ് അല്ലേ? രോഹിണി മാതാവിലാണ്. രോഹിണി മാതാവാണ് ബലരാമന്റെ അമ്മ. ഭഗവാന്റെ പൂർണ്ണ അംശമാണ് അദ്ദേഹം അല്ലേ? ഭഗവാന്റെ പൂർണ്ണാംശം. കൃഷ്ണോളം തന്നെ ശക്തനാണ്. ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ആരാണ് കൃഷ്ണനും ബലരാമനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കൃഷ്ണനും ബലരാമൻ പറഞ്ഞാൽ വെളുത്ത കൃഷ്ണനാണെന്ന്. അതായത് രണ്ടും ഒരേ ക്വാളിറ്റി ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? കൃഷ്ണോളം തന്നെ ശക്തമാണ് ബലരാമൻ. പിന്നെ ഭഗവാന്റെ പൂർണ്ണാംശമായതുകൊണ്ട് അദ്ദേഹം വിഷ്ണു തത്വമാണ്. ആര്? ബലരാമൻ. പിന്നെ ബലരാമന്റെ മറ്റൊരു പേരാണ് സംഘർഷണൻ. അദ്ദേഹം ആധ്യാത്മിക ബലം തരുന്നത് ബലരാമനായതുകൊണ്ട് അദ്ദേഹത്തിന് ബലദേവൻ എന്ന് പേര് വന്നു. നമ്മുടെ ആദിമ ഗുരു, എല്ലാ ഗുരു തത്വത്തിൻ്റെയും ആദി ഭഗവാൻ ആരാണ്? ബലരാമൻ. ഗുരു തത്വം ആരാണ്? നമ്മുടെ ഗുരുമഹാരാജൊക്കെ ആരുടെ വിസ്തരണമാണ്? ബലരാമൻ്റെ. കാരണം ഗുരുക്കന്മാരെല്ലാവരും ബലരാമൻ്റെ തത്വമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബലരാമൻ എല്ലാ ഭക്തരുടെയും യഥാർത്ഥ ആത്മീയ ഗുരു ബലദേവനാണ്. നമുക്ക് ആത്മീയ ശക്തി തരുന്നത് ബലരാമനാണ്. അപ്പോൾ ബലരാമൻ്റെ മരണസമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബലരാമൻ ദ്വാരകയിൽ നിന്ന് തിരിച്ചു പോണ സമയത്ത് അവരുടെ അവസാനമായല്ലോ, ദ്വാരക അവസാനിച്ചപ്പോൾ ഈ ബലരാമൻ്റെ വായിൽ നിന്ന് ഒരു വലിയ വെളുത്ത സർപ്പം പുറത്തു വന്നിട്ട് ആ സർപ്പം ഈ ബലരാമനെയും വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവരുടെ അവസാനം നടന്നതെന്ന് പറയുന്നത്. ഇനി പ്രദ്യുമ്നൻ ആരാണ്? പ്രദ്യുമ്നൻ കൃഷ്ണ ഭഗവാന്റെ പിന്നെ ആരാണ്? രുക്മിണി ദേവിയുടെയും മൂത്ത മകനാണ് പ്രദ്യുമ്നൻ. അതായത് അദ്ദേഹം മാത്രമല്ല ചതുർവ്യൂഹത്തിൽ ഒരാളാണ്. സംഘർഷൻ, അനിരുദ്ധൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, ഇതാണ് ചതുർവ്യൂഹം. ഭഗവാന്റെ ഫസ്റ്റ് വിസ്തരണം വന്നിട്ട് ബലരാമനും. ബലരാമൻ 4 ആയിട്ട് വിസ്തരിക്കുന്നു ചതുർവ്യൂഹമായിട്ട്. അതാരൊക്കെയാണ്? വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. അതിലെ പ്രദ്യുമ്നനാണ് ഈ പ്രദ്യുമ്നൻ. അതാണ് ചതുർവ്യൂഹത്തിൽ ഒരാളാണ് പ്രദ്യുമ്നൻ. കൃഷ്ണ ഭഗവാന്റെ മകനായിട്ട് ദ്വാരകയിൽ ജനിച്ചു. അദ്ദേഹം കാമദേവന്റെ അവതാരവുമാണ്. അദ്ദേഹം കാമദേവനായിരുന്നു പ്രദ്യുമ്നൻ. ഇനി ചാരുദേശൻ പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണിയുടെ തന്നെ വേറൊരു പേരാണ്. ഇപ്പോൾ ഓരോ പത്നിമാരിലും 10 പുത്രന്മാർ വീതമുണ്ട് ഭഗവാൻ. അതിൽ രുക്മിണിയുടെ തന്നെ വേറൊരു മകനാണ് ആര്? ചാരുദേശൻ. ഇവരൊക്കെ കൂടി ഓടി വന്നിരുന്നു. അതാണ് ഇവരെ പറയാൻ കാരണം. അടുത്ത സാമ്പൻ. സാമ്പൻ ആരാണ്? കൃഷ്ണ ഭഗവാന്റെയും ജാമ്പവതിയുടെയും മകനാണ് സാമ്പൻ. ഇരുമ്പുലയ്ക്ക് പ്രസവിക്കുന്നില്ല, ആരാണ്? അത് സാമ്പനാണ്. ഈ സാമ്പൻ വന്നിട്ട് ദ്വാരകയുടെ അവസാനം, യദുകുലത്തിന്റെ അവസാനം വരുത്തുന്നത് ആരാണ്? സാമ്പൻ. സാമ്പൻ വന്നിട്ട് ഒരു ഋഷിമാരോട് കളിയായിട്ട് താൻ ഗർഭിണിയാണെന്നുള്ള വേഷം കെട്ടിയിട്ട്, സ്ത്രീയുടെ വേഷം കെട്ടി വന്നിട്ട് ആ ഋഷിമാരെ കളിയാക്കും. ഞാൻ പ്രസവിക്കാൻ പോണത് ആണോ പെണ്ണോ ചോദിക്കും. ഋഷിമാർക്ക് അറിയാം, അവർ അതീവ തേജസ്വികളാണല്ലേ. ഇത് ഒരു ആണാണ് വേഷം കെട്ടി വന്നെന്ന് അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു ഒരു ഇരുമ്പുലയ്ക്ക് പ്രസവിക്കും. ആ ഇരുമ്പുലയ്ക്ക എന്താണ്? വൃഷ്ണികുലത്തിന്റെ നാശത്തിന് കാരണമാണെന്ന് അവർ ശപിക്കും. അതുപോലെ തന്നെ പിറ്റേ മാസം തന്നെ ഈ ഇരുമ്പുലയ്ക്കനെ പ്രസവിക്കും. ആര്? ഈ സാമ്പൻ. ആ ഇരുമ്പൊലിക്കേനെ പിന്നെ അത് നാശം ഉണ്ടാവാതിരിക്കാൻ പൊട്ടിച്ച് ഉഗ്രസേന അതിനെ പൊട്ടിച്ച് ദ്വാരകയിലേക്ക്, ആ നദിയിലേക്ക് ഒഴുക്കും, ആ കടലിലേക്ക് ഒഴുക്കും, ദ്വാരകയിലെ കടലിലേക്ക് ഒഴുക്കും. എന്നിട്ടും പക്ഷെ അത് അവസാനം ആ നദീതീരത്ത് അതിനെ വളർന്ന് വന്ന് വാളായിട്ട് വെട്ടി മരിക്കും സഹോദരങ്ങളൊക്കെ. അതാണ് ഈ സാമ്പൻ. സാമ്പനാണ് പ്രധാന കഥാപാത്രം. അപ്പൊ ഇത്രയും ദ്വാരകാവാസികൾ അല്ലേ, പ്രധാനപ്പെട്ട ദ്വാരകാവാസികളെല്ലാം ഭഗവാനെ സ്വീകരിക്കാനായിട്ട് ഓടി വന്നു എന്നാണ് പറയുന്നത് മെയിൻ രീതിയിലേക്ക്. അങ്ങനെ ദ്വാരകാവാസികളെ രഥത്തിൽ പൂക്കളൊക്കെ വഹിച്ച് ബ്രാഹ്മണരോടൊപ്പം ഭഗവാന്റെ അടുത്തേക്ക് ഗമിച്ചു. ശുഭസൂചകങ്ങളായിട്ടുള്ള ആനകളുണ്ടായിരുന്നു. ഇനി ഭഗവാനെ സ്വീകരിക്കുക, ഒരു രാജാവല്ലേ വരുന്നത് അല്ലേ. അപ്പൊ ആനകൾ ശുഭസൂചകം എന്ന് പറയുന്നത്. ഉത്സവത്തിനൊക്കെ ആനകൾ അതുകൊണ്ടാണ് നമ്മൾ പറ എഴുന്നള്ളിക്കാനൊക്കെ ആന, അതാണ് അല്ലേ. ശുഭസൂചകങ്ങളായ ആനകളുണ്ടായിരുന്നു, ശംഖ് ഊതലുണ്ടായിരുന്നു, കാഹളങ്ങൾ, വേദമന്ത്രങ്ങൾ, ഇതൊക്കെ അകമ്പടി സേവിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ ഭഗവാനോടുള്ള ആദരവ് സൂചിപ്പിച്ചിട്ടാണ് ഇവരെല്ലാവരും വരുന്നത്. ബ്രാഹ്മണരൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിസുന്ദരികളായിട്ടുള്ള വേശ്യകൾ മഹാഭക്തകളായിരുന്നു. മഹാഭക്തകളായിട്ടുള്ള നൂറുകണക്കിന് സുന്ദരികൾ, അവർ അവിടുത്തെ ദ്വാരയിൽ വേശ്യകളായിരുന്നു. അവർ ഭഗവാനെ ദർശിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അടുത്തത് ഹരേ കൃഷ്ണ. പിന്നെ അടുത്തത് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഭഗവാനെ സ്വീകരിക്കാൻ? വിദഗ്ധരായിട്ടുള്ള നാടകക്കാർ അല്ലെ. അന്നത്തെ കാലത്ത് ഓരോ ഗ്രൂപ്പുണ്ട് നാടകം, അവരൊക്കെ ഭഗവാന്റെ ലീലകളൊക്കെ നാടക രൂപത്തിൽ അവതരിപ്പിക്കും. കലാകാരന്മാര്, പിന്നെ നർത്തകര്, ഭഗവാന് വേണ്ടി ഡാൻസ് ചെയ്യുന്നവര്, ഗായകര്, വിദൂഷകര്, പ്രാസംഗികര്, എല്ലാവരും അവരവരുടെ പ്രവൃത്തികളിലൂടെ ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് ആ രീതിയിലേക്ക്
വന്നു. ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ഉചിതമായ വണ്ണം ഇവർക്കെല്ലാവർക്കും പല ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഉയർന്ന ബ്രാഹ്മണർ മുതൽ ഏറ്റവും താഴ്ന്ന തൊഴിലാളികൾ വരെ അവിടെ കൂടിയിട്ടുണ്ട്. ഇവരെല്ലാവരും വേണ്ടും വിധം ഭഗവാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ അദ്ദേഹം ഓരോ രീതിയിൽ അദ്ദേഹം അവരെ സ്വീകരിച്ചു. ഉചിതമായ ബഹുമാന ആദരങ്ങൾ അർപ്പിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഓരോരുത്തർക്കും വേണ്ട വിധത്തിൽ ബഹുമാന ആദരങ്ങൾ അർപ്പിച്ചു. ഒരു വ്യത്യാസവുമില്ലാതെ അത് പ്രത്യേകം അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് പ്രജകളെ ഒരു വ്യത്യാസവുമില്ലാതെ അവരുടെ ശിരസ് നമിച്ച് അവരെ വണങ്ങി. ഓരോ വ്യക്തികളെയും ശിരസ് നമിച്ചു വണങ്ങി. വേണ്ട രീതിയിൽ അവരെ ആശീർവദിച്ചു. ഭഗവാൻ എങ്ങനെയാണ് പ്രജകളെ സ്വീകരിക്കുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഓരോരുത്തർക്കും വേണ്ട വിധത്തിൽ അവരെ നമസ്കരിക്കുകയും അല്ലേ അവരെ ആശീർവദിക്കുകയും ചെയ്തു. അങ്ങനെ അനന്തരം അദ്ദേഹം ബന്ധുജനങ്ങളോടും ബ്രാഹ്മണരോടും ഒപ്പം അകമ്പടിയോടെ ദ്വാരകാപുരിയിലേക്ക് പ്രവേശിച്ചു. ദ്വാരകയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഈ ബ്രാഹ്മണരെല്ലാം ഭഗവാന്റെ സ്തുതികൾ ആലപിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത ഈ ആൾക്കാർ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ രാജവീതിയിലൂടെ കടന്നു പോവാണ്. കുറേ രാജകുമാരിമാരുണ്ട്. അവർക്ക് ഇങ്ങനെ നേരിട്ട് വരാനുള്ള മടിയുള്ളവരുണ്ട്. അവർ മട്ടുപ്പാവിൽ നിന്നിട്ട് ഭഗവാനെ വളരെ ഉത്സാഹത്തോടെ നോക്കി ആസ്വദിച്ചു എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ രാജവീതിയിലൂടെ കടന്നു പോകുമ്പോൾ ദ്വാരകയിലെ ആദരണീയരായിട്ടുള്ള കുലസ്ത്രീ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായിട്ട് അവരുടെ കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവിൽ കയറി നിന്നു. എന്നിട്ട് ഭഗവാന്റെ ദർശനം അവർക്ക് വളരെ ഉത്സവം പോലെയായിരുന്നു അവരുടെ മനസ്സിന്. അതൊന്നും നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റാത്തത്ര രീതിയിൽ അതിൽ ഭാഗവത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ഉത്സവം എങ്ങനെയായിരുന്നു, മനസ്സുകൊണ്ട് അവർ ആലിംഗനം ചെയ്തു, കണ്ണുകൊണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഭഗവാന്റെ മാറിടത്തിൽ ആരുള്ളത്? ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിയെ വഹിച്ചു കൊണ്ടുവരുന്ന അതിസുന്ദരനായിട്ടുള്ള ഭഗവാന്റെ പാദപത്മങ്ങൾ ശുദ്ധഭക്തന്മാർക്ക് അഭയസ്ഥാനമായിരുന്നു എന്ന് പറയുന്നത്. ശുദ്ധഭക്തന്മാർ അദ്ദേഹത്തിന്റെ പാദങ്ങളെ മാത്രം നോക്കി സമർപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെ വരുന്നത്? ലക്ഷ്മി സമേതനായിട്ട് അല്ലേ. ലക്ഷ്മിയെ വേണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണനെ വേണം. ലക്ഷ്മി ചഞ്ചലയാണ്, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാത്ത പാർട്ടിയാണ്. പക്ഷേ ലക്ഷ്മിയുടെ ഭർത്താവ് എവിടെയുണ്ടോ അവിടെ സ്ഥിരമായിട്ടിരിക്കും ലക്ഷ്മി ദേവി. അതുകൊണ്ട് ലക്ഷ്മി വേണമെങ്കിൽ എന്ത് വേണം? കൃഷ്ണനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ലക്ഷ്മി തന്നെ വരും അല്ലേ. അത് സമയമായ വരും എന്തായാലും. നിങ്ങൾ പ്രാർത്ഥന വിടുമെന്ന് വേണ്ട. ലക്ഷ്മി വേണമെന്ന് ആഗ്രഹമുള്ളവർ അവളുടെ പതിയെ പിടിക്കണം അല്ലേ. എന്താണ്? ഭർത്താവിനെ വിളിച്ചാലേ ആള് വരുള്ളൂ അല്ലേ. കൃഷ്ണ 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 എന്ന് വിളിക്കുന്നവിടെ കൃഷ്ണൻ വരാതിരിക്കാൻ പറ്റില്ല. കൃഷ്ണൻ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നാൽ പിന്നെ ലക്ഷ്മിക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ല. എൻ്റെ ഭർത്താവ് അവിടെയാണ് അല്ലേ. ഞാനും പോയിക്കട്ടെ കൊണ്ട് ലക്ഷ്മി അവിടെ ഇരിക്കും. അങ്ങനെ ഭവനം എല്ലാം കൊണ്ടും വളരെയധികം എന്താ പറയുക അബണ്ടൻസ് അല്ലേ. ഒരുപാട് ദ്വാരക പോലെ ഐശ്വര്യം ഉണ്ടാവും. ഭഗവാൻ എവിടെയാണോ ഉള്ളത് അവിടെ ദ്വാരക പോലെ ആയിത്തീരും. മനസ്സിലായോ? അപ്പം നമ്മുടെ അവിടെ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വിളി പോരാ. കൃഷ്ണ ഭഗവാൻ നമ്മുടെ വീട്ടിൽ ഹൃദയം കൊണ്ട് വന്നിരുന്നിട്ടില്ല. വിഗ്രഹരൂപത്തിൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഹൃദയം കൊണ്ട് അദ്ദേഹം വരണം പൂർണ്ണമായിട്ട്. അപ്പം എല്ലാത്തരം ഐശ്വര്യവും ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ദ്വാരകയിലെ രാജവീതിയിലൂടെ ഭഗവാൻ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ് ഒരു വെളുത്ത കുടയാൽ സംരക്ഷിച്ചു. ഇനി അദ്ദേഹം ദ്വാരകയിൽ വൈകുണ്ഠം പോലെയാണ് ദ്വാരകയിൽ അദ്ദേഹത്തിന് വെളുത്ത കുട കൊണ്ട് ഒരാള് ചൂടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ, വെയിൽ കൊള്ളാതിരിക്കാൻ. പിന്നെ ചാമരം വീശുന്നുണ്ടായിരുന്നു, വെൺചാമരം വീശുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ വീതിയിലുടനീളം പിന്നെന്താണ് പുഷ്പങ്ങൾ. ഇങ്ങനെ നമ്മൾ ഗുരുസൊക്കെ വരുമ്പോൾ പുഷ്പങ്ങൾ ഇങ്ങനെ വിതറില്ല, അതുപോലെ ഭഗവാൻ വരുമ്പോൾ വീതിയിൽ മുഴുവൻ പുഷ്പങ്ങൾ വിടർത്തി പുഷ്പവർഷം നടത്തി. അദ്ദേഹം മൊത്തം കാണുമ്പോൾ എങ്ങനെയുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഉപമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മഞ്ഞപ്പട്ട് വസ്ത്രം, പൂമാല, അദ്ദേഹത്തിന്റെ രൂപം, കാർവർണ്ണ രൂപം എല്ലാം കൂടി ആകാശത്ത് സൂര്യൻ, ചന്ദ്രൻ, മിന്നൽപ്പിണർ, മഴവില്ല്, കാർമേഘം എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ ഉണ്ടാവും? ഈ കാർമേഘത്തില് സൂര്യൻ, ചന്ദ്രൻ, മിന്നൽപ്പിണർ, മഴവില്ല് എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു ഭംഗിയാണെന്ന്. കാർമേഘം പറഞ്ഞാൽ കൃഷ്ണനാണ് അല്ലെ. കാർവർണ്ണ രൂപത്തിൽ കൃഷ്ണനെ വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ സൂര്യൻ ഉദിച്ച പോലെയാണ് മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ടും പിന്നെ മിന്നൽ പിണര്, ചന്ദ്ര സമാനമായിട്ടുള്ള മുഖമാണ് അദ്ദേഹത്തിന്റെ മുഖം കാണുന്നത്. അതാണ് ചന്ദ്രൻ ഉദിച്ച പോലെയും മഴവില്ല് അല്ലേ ആയ പോലെ, മഴവില്ലുണ്ടായ പോലെയും പ്രത്യക്ഷപ്പെട്ട പോലെയും മൊത്തം ഇതുപോലെയാണ് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത്. ആ ഭഗവാൻ കാർമേഘം പോലെയും വെൺചാമരാണ് ചന്ദ്രന്റെ. വെൺചാമരനെ വീശിയിട്ടല്ലേ വരും. അപ്പൊ ചന്ദ്രൻ ഉദിച്ച് നിൽക്കണ പോലെ ഉണ്ട് കാണുകൾക്ക്. പിന്നെ പുഷ്പവർഷമാണ്, പുഷ്പം ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നക്ഷത്രങ്ങൾ ഉദിച്ച പോലെ ഉണ്ടെന്നത്. പിന്നെയോ മഞ്ഞപ്പട്ട് മഴവിൽ കേട്ടോ, അങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത്.
ഇനി ആദ്യം ഭഗവാൻ വേഗം തന്നെ ആരെടുത്തേക്കാണ് വരുന്നത്? അച്ഛനമ്മമാരെ കാണും അല്ലേ? ആദ്യം ഭഗവാൻ എപ്പോഴും നമുക്ക് കാണിച്ചു തരാണ് ആദ്യം അച്ഛനമ്മയും നമസ്കരിക്കുന്നത്. അച്ഛനായ വസുദേവരുടെ ഭവനത്തിൽ അദ്ദേഹം ആദ്യം വന്നു. അവിടെ വസുദേവർക്ക് 18 പത്നിമാർക്ക് 18 കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 18 പത്നിമാരെയും അല്ലേ കണ്ടു. 18 അമ്മമാരെ, ഭഗവാന്റെ 18 അമ്മമാരെ കണ്ടിട്ട് അവരെല്ലാവരും വാത്സല്യത്തോടെ ഭഗവാൻ അവരെ ആശ്ലേഷിച്ചു. ഭഗവാൻ എല്ലാവരും ഒരുപോലെ നമസ്കരിച്ചു. ദേവകിയുടെയാണ് മകൻ എങ്കിലും എല്ലാവരും ദേവകിയെ പോലെ തന്നെയാണ് 18 അമ്മമാരെയും കണ്ടത്. നമുക്ക് ചിറ്റമ്മേനെ നമ്മൾ അങ്ങനെ കാണണം എന്ന് പറയും. നമ്മുടെ അച്ഛന് കുറേ ഭാര്യമാരുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം അമ്മയെ പോലെ തന്നെ അവരെ കാണണമെന്ന് ആളാര് പറയുന്നത്? കൃഷ്ണ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. ആ 18 അമ്മമാരെ ഒരുപോലെ ഭഗവാൻ അവരുടെ കാല് തൊട്ട് നമസ്കരിച്ചു. ഈ അമ്മമാരെങ്ങനെയായിരുന്നു? ഭഗവാനെ ഒരുപോലെ അല്ലേ? ഈ കൈകേയി ശ്രീരാമനെ എങ്ങനെയായിരുന്നു ആദ്യം അല്ലേ? ശരിക്കും ഏറ്റവും ഇഷ്ടം കൈകേയിയായിരുന്നു ശ്രീരാമനെ. അപ്പോൾ ഈ 18 അമ്മമാർക്കും ഭഗവാനെ ഒരുപോലെ ഇഷ്ടമായിരുന്നു എന്നാണ് പറയണത്. ഈ ഭഗവാൻ വന്ന് കണ്ടത് ഇവരുടെ സ്ഥാനം ചൊരുക്കാൻ തുടങ്ങിയത്. ഇത്രയും വലിയ മോനാണ്, പക്ഷെ മോനെ കണ്ടപ്പോൾ വാത്സല്യ രസത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മകൻ എത്ര വലുതായിക്കോട്ടെ, മകനെ കാണുമ്പോൾ വാത്സല്യം കൊണ്ട് അവർ പാല് ചൊരക്കാൻ തുടങ്ങും തനിയെ. എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഈ അമ്മമാരുടെ. അപ്പോൾ ഭഗവാൻ ഇത് കണ്ടിട്ട് ഭഗവാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഈ അമ്മമാരുടെ വിരഹം കണ്ടിട്ട് അവരുടെ ഒരു ലക്ഷണം നോക്കുമോ? പാല് തന്നെ ചൊരുക്കാൻ, ഡ്രസ്സൊക്കെ നനഞ്ഞു പാല് വന്നിട്ട്, എന്നിട്ടോ കണ്ണ് നിറഞ്ഞു ഒഴുകി. ഈ രംഗം കാണുന്ന ഭഗവാന്റെ ഫേസ് അങ്ങനെ മാറി, കണ്ണ് അദ്ദേഹത്തിന് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഈ രംഗം നമുക്ക് ഓർക്കാൻ പറ്റും, ദ്വാരകയിലെ ആ സ്നേഹം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അമ്മമാരെ കുറിച്ച്. നമുക്ക് ശാസ്ത്രപ്രകാരം 7 അമ്മമാരുണ്ടെന്നാണ് പറയുന്നത്. ആരൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും. ഒന്ന് നമ്മുടെ സ്വന്തം അമ്മ, രണ്ടാമത്തെ ഗുരുപത്നി, നമ്മുടെ ഗുരുവിൻ്റെ പത്നി നമ്മുടെ അമ്മയാണ്. പിന്നെ അടുത്ത് ബ്രാഹ്മണ പത്നി, മൂന്നാമത്തെ അമ്മ. നാലാമത്തെ നമ്മുടെ രാജാവ്, ആരാണോ രാജ്യം ഭരിക്കുന്ന അവരുടെ ഭാര്യ, രാജപത്നി നമ്മുടെ അമ്മയാണ്. അടുത്ത ഗോമാതാവ്, പശു അമ്മയാണ്. അതുകൊണ്ടാണ് പശുവിനെ കൊല്ലാനും പാടില്ല എന്ന് പറയുന്നത്, പശു അമ്മ. അടുത്തത് നമ്മുടെ പോറ്റമ്മ, നമ്മൾ വളർത്തി വലുതാക്കിയ അമ്മമാരുണ്ടാവും വേറെ, പ്രസവിച്ചാലും ചിലപ്പോൾ ആയ വേറെ ആയിരിക്കും, അപ്പോൾ പോറ്റമ്മ. പിന്നെ ഭൂമിദേവി. ഈ 7 മാതാക്കളെ നമ്മൾ ഒരുപോലെ കാണണം എന്നാണ് പറയണത്. പിടികിട്ടിയോ? 7 പേര് ആരൊക്കെയാണ്? ഒന്നുകൂടെ പറയണോ? സ്വന്തം അമ്മ, ഗുരുപത്നി, ബ്രാഹ്മണ പത്നി, രാജപത്നി, ഗോമാതാവ്, പോറ്റമ്മ. പോറ്റമ്മ പറഞ്ഞാൽ ആയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വളർത്തി വലുതാക്കി വേറൊരാളുണ്ടാവാം പലർക്കും, ചിലവർക്ക് സ്വന്തം അമ്മ തന്നെയാണ് വളർത്താം. പിന്നെ ഭൂമിദേവി. 7 പേര്. ഈ 7 പേരിൽ സ്വന്തം അമ്മയ്ക്ക് തുല്യം ബഹുമാനിക്കും. അങ്ങനെ ഇവിടെ ഭഗവാനെ ഈ അമ്മമാരൊക്കെ ഭഗവാനെ മടിയിലിരുത്തി എന്നാണ് പറയണത് അല്ലേ? എത്ര വലിയ രാജാവാണെങ്കിലും അമ്മമാർക്ക് കുട്ടിയല്ലേ, അതുകൊണ്ട് ഭഗവാനെ മടിയിലിരുത്തി അവർക്ക് ഭഗവാനുടെ വാത്സല്യം കൊണ്ട് അല്ലേ അവരുടെ സ്ഥനം ചുരന്നു എന്നൊക്കെ പറയണം. ആനന്ദം കൊണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞു ഒഴുകി, ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു. ഈ രംഗമൊക്കെ നമുക്ക് ഓർമ്മ വരാം. ഇനി അടുത്ത ആരടുത്തായിരിക്കും? പത്നിമാരടുത്ത് അല്ലേ? ഭഗവാന്റെ 16,108 പത്നിമാര്, 16,108 കൊട്ടാരങ്ങളിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? 16,108 കൃഷ്ണനായിട്ട് വിസ്തരിച്ച് അവിടെ വന്നിട്ട്, എന്നിട്ട് 16,108 കൊട്ടാരങ്ങളിൽ ഏകനായിട്ട് കയറി ചെന്നു. സെയിം കൃഷ്ണ അല്ലേ? എത്ര കൃഷ്ണനാണ്? 16,108 കൃഷ്ണന്മാര് അത്രയും കൊട്ടാരങ്ങളിൽ ഒരേ സമയം കയറി ചെന്നു. അപ്പോൾ എല്ലാ പത്നിമാരും എൻ്റെ കൃഷ്ണൻ വന്നോക്കെ വിചാരിക്കുക അല്ലേ? അതാണ് വൈഭവ പ്രകാശം. അതിനാണ് എന്താ പറയുക? ഭഗവാന്റെ വൈഭവ പ്രകാശം. ഇത് ആർക്കും സാധ്യമല്ല. യോഗികൾക്ക് ഒരു 8 ആക്കായിട്ട് ആവാൻ പറ്റും. നമ്മുടെ യോഗിമാർക്കൊക്കെ ഹഠയോഗമൊക്കെ ചെയ്യണ യോഗിമാരെല്ലാവരും അതിനൊരു ഉദാഹരണം പറയണ്ടേ 8 വികസിച്ചത്. കർദമമുനി വന്നിട്ട് 9 ആയിട്ടല്ലേ ഇവിടെ പോകുന്നത്? 9 പുത്രിമാരുണ്ടാവുന്നത്, 9 ആയിട്ട് വികസിച്ചു. കർദമമുനി വന്നിട്ട് 9 ആയിട്ട് വികസിക്കുന്നുണ്ട്, എന്നിട്ടാണ് 9 പുത്രിമാരുണ്ടാവുന്നത്. 10ാമതാണ് ആരാണ്? കപില മഹർഷി ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മഹായോഗിയായിരുന്നു, അദ്ദേഹത്തിന് 9 ആയിട്ട് വിസ്തരിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഭഗവാന്റെ അത്ര വിസ്തരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഭഗവാന് 16,108 മാത്രമല്ല കേട്ടോ, 3 കോടി ഗോപിയന്മാരെ കൂടെ ഡാൻസ് ചെയ്യുമ്പോൾ 3 കോടിയായിട്ട് വികസിച്ചു. ഇനി നമ്മുടെ പ്രപഞ്ചത്തിലെ സർവ്വ ജീവസത്വങ്ങളും ഭഗവാന്റെ കൂടെ കളിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത്രയുമായിട്ട്, അത് എത്ര മില്യൺ നമുക്കറിയില്ലല്ലോ, അത്രയുമായിട്ട് ഭഗവാനെ വിസ്തരിക്കാനായിട്ട് കഴിയും. അതാണ് ഭഗവാന്റെ വൈഭവ പ്രകാശം. അപ്പോൾ ഭഗവാൻ അങ്ങനെ കയറി എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരങ്ങളിൽ കയറി. കൊട്ടാരത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എന്താണ് കൊട്ടാരങ്ങളിലെ ഓരോ കൊട്ടാരത്തിലും മനോഹരമായ ഉദ്യാനങ്ങൾ, പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ കൊട്ടാരങ്ങളും മേന്മയേറിയ വെണ്മക്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലെല്ലാത്തിലും രത്നക്കല്ലുകൾ കൊണ്ട് രത്നക്കല്ല് കൊത്തി വെച്ചിട്ടുണ്ട്.
ഇനി അവിടുത്തെ പരവതാനികളെല്ലാം വെൽവെറ്റ് കൊണ്ടാണ് പരവതാനികളൊക്കെ വിരിച്ചിട്ടുണ്ട് അല്ലേ, പട്ടുകൊണ്ടും വെൽവെറ്റ് കൊണ്ടും വിരിച്ച പരവതാനികൾ. എല്ലായിടത്തും തിരശ്ശീലകൾ അലങ്കരിച്ചിട്ടുണ്ട്. പരവതാനികളുടെ അരികുകൾ സ്വർണ്ണനൂല് കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ദ്വാരകയുടെ പരവതാനികൾ കിടക്കണ ചവിട്ടാനായിട്ടുള്ള ചവിട്ടീൻ്റെ അരികിലാണ് സ്വർണ്ണനൂലുകൾ. മനസ്സിലായോ? അപ്പോൾ ദ്വാരകയുടെ ഐശ്വര്യം എത്രയുണ്ട്. അപ്പോൾ അങ്ങനെ ദീർഘകാലത്തിന് ശേഷം ഭഗവാൻ ദർശിച്ച രാജ്ഞിമാർ ആഹ്ലാദം കൊണ്ട് എഴുന്നേറ്റ് നിന്നവർ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇവിടത്തില്ല, പോയി ആലിംഗനം ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർ നാണക്കേടല്ലേ, പെട്ടെന്ന് അങ്ങനെ ചെയ്യൽ ലജ്ജ കാരണം അവർ ഇങ്ങനെ നാണിച്ച് ഹൃദയം കൊണ്ടും കണ്ണുകൊണ്ടൊക്കെ ഭഗവാൻ ആലിംഗനം ചെയ്തു. മക്കളെ പറഞ്ഞു വെച്ചു എന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കാനായിട്ട്, സ്വന്തം മക്കളെ ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ. അതൊരു രീതിയാണ് അമ്മമാരുടെ ആ സ്നേഹം പങ്കുവയ്ക്കുന്നത്. നേരിട്ട് അവർ സ്നേഹം കൊടുക്കുന്നതിന് പകരം അവർ മക്കളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കും. അങ്ങനെയാണ് അവർ സ്നേഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ 16,108 രൂപങ്ങളിൽ സ്വയം വിസ്തരിച്ച ഭഗവാൻ ഓരോ പത്നിമാരുടെയും കൊട്ടാരങ്ങളിൽ പ്രവേശിച്ചു. ഇത് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പത്നിമാരെല്ലാവരും മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും ആലിംഗനം ചെയ്തു. അവർ ഹർഷ ഉന്മാദം കൊണ്ട്, അല്ലേ, ഹർഷ ഉന്മാദം പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക പ്രേമത്തിൻ്റെ ലെവലാണ്. അതുകൊണ്ട് അവരുടെ കവിൾത്തടങ്ങളിലൊക്കെ കണ്ണീർ ഒഴുകാൻ തുടങ്ങിയത്. പ്രേമം കൊണ്ട് ആനന്ദക്കണ്ണീരാണ് ഭഗവാനെ ദർശിച്ച ആ കണ്ണീര്. അങ്ങനെ ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് പ്രഭു, അത് ജീവാത്മാക്കളുടെ ശരിയായ സ്വഭാവം സ്ത്രൈണ സ്വഭാവമാണെന്ന്. ജീവാത്മാക്കളെല്ലാം സ്ത്രീകളും ഭഗവാൻ പുരുഷനുമാണെന്ന്. ഒരേ ഒരു പുരുഷനല്ലോ, ആരാണ്? കൃഷ്ണ ഭഗവാൻ പുരുഷോത്തമൻ. അദ്ദേഹം മാത്രം പുരുഷനും ബാക്കി എല്ലാ ജീവസത്തകളും സ്ത്രീകളാണെന്ന് പറയുന്നത്, സ്ത്രൈണ സ്വഭാവം. അപ്പോൾ അതിന് ആ ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, ഈ കാര്യം പറയുന്നു. ഇനി അടുത്ത ഭഗവാൻ എങ്ങനെയാണ് ശാന്തമായിട്ട് വന്നത്? എങ്ങനെ ശാന്തമായി ഭഗവാൻ? ഭൂമിക്ക് ഭാരമായിരുന്ന എല്ലാ രാജാക്കന്മാരെയും വധിച്ച ശേഷം ഭഗവാൻ ശാന്തമായിട്ട് വന്നു. എങ്ങനെയാ ഭഗവാൻ നേരിട്ട് വധിച്ചോ? ഇല്ല അല്ലേ. എല്ലാ രാജാക്കന്മാരും ഭയങ്കര അഹങ്കാരികളായിരുന്നു. ഞങ്ങൾക്ക് കാലാൾപ്പട എത്രയുണ്ട്, കുതിരപ്പട എത്രയുണ്ട്, അല്ലേ, അങ്ങനെ ഓരോ ആനപ്പട എത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരമായിരുന്നു അവർക്ക്, ഓരോ രാജാക്കന്മാർക്കും. അപ്പോൾ ഈ രാജാക്കന്മാരെ തമ്മിൽ ഉരസിപ്പിച്ചു ഭഗവാൻ. ഈ അഹങ്കാരികളായിട്ടുള്ള എല്ലാ രാജാക്കന്മാരെയും തമ്മിൽ അസൂയ ഉണ്ടാക്കി യുദ്ധം ചെയ്യിപ്പിച്ച് അവരെ നാമാവശേഷമാക്കി. എങ്ങനെയാണ് പറയുന്നത്? അതിനൊരു ഉദാഹരണം ഭഗവാൻ സൈന്യബലത്തിൽ ഗർവം കൊണ്ട രാജാക്കന്മാർക്കിടയിൽ വിദ്വേഷം സൃഷ്ടിച്ചു ഭഗവാൻ. എന്നിട്ട് അന്യോന്യം അവരെ യുദ്ധത്തിൽ ഏർപ്പെടുത്തി അവരെ, അല്ലേ, നാമാവശേഷമാക്കി. മുളകൾ തമ്മിൽ അന്യോന്യം ഉരസിട്ട് തന്നെ തീയുണ്ടായി കാട്ടുതീ പടരില്ലേ, അതുപോലെ ഭഗവാൻ ആ കാറ്റ്, ആ മുളകളെ തമ്മിൽ ഉരസിപ്പിക്കുന്ന കാറ്റ് ആരാണ്? ഭഗവാനാണ്. അതുപോലെ കാറ്റിനെ പോലെ ഭഗവാൻ ഇവിടെ രാജാക്കന്മാർക്കിടയിൽ പ്രവർത്തിച്ചു വിദ്വേഷമായിട്ട്. അതാണ് ഇവിടെ യുദ്ധം ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് മഹായുദ്ധങ്ങൾ ഉണ്ടാവുന്നത്? അഹങ്കാരികളായിട്ടുള്ള മനുഷ്യർ ലോകത്തുണ്ടാകുമ്പോൾ അവരുടെ ഗർവവും അവരുടെ അഹങ്കാരവും, അല്ലെ, അവരുടെ മിസൈലുകളുടെ എണ്ണമൊക്കെ അവർക്ക് കാണിക്കണം. അവരുടെ ഗർവ് കാണിക്കാനായിട്ട് അവർക്ക് സ്വയം തോന്നും യുദ്ധം ചെയ്യാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്വയം തോന്നിപ്പിക്കുന്ന ആരാണ്? കൃഷ്ണ ഭഗവാൻ. അഹങ്കാരം നശിപ്പിക്കാനായിട്ട് ഭൗതിക പ്രകൃതി തന്നെ യുദ്ധം ചെയ്യിപ്പിച്ചവരെ നാമാവശേഷമാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ യോഗ്യരായിട്ടുള്ള 16,108 പത്നിമാരെ വിവാഹം കഴിക്കുകയും അവരോടൊപ്പം 16,108 വീടുകളിൽ, കൊട്ടാരങ്ങളിൽ താമസിക്കുകയും ചെയ്തു, അല്ലേ. അങ്ങനെ ഭഗവാൻ വിസ്തരിച്ചിട്ട് താമസിച്ചു. പിന്നെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണമെങ്കിൽ അനേക ജന്മത്തെ തപസ് കൊണ്ടേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്, അല്ലേ. ഈ പത്നിമാർ സാധാരണ വ്യക്തികളായിരുന്നു, സാധാരണ സ്ത്രീകളായിരുന്നില്ല, അല്ലേ. അവരൊക്കെ മുക്താത്മാക്കളായിരുന്നു. കോടിക്കണക്കിന് വർഷം തപസ് ചെയ്ത മഹാഋഷിമാര് മുക്താത്മാക്കളാണ് ഇവിടെ പത്നിമാരുടെ രൂപത്തിലിരിക്കുന്ന ഈ സ്ത്രീജനങ്ങളെല്ലാവരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീജനങ്ങൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്? അവരുടെ സൗന്ദര്യം, ഭഗവാന്റെ പത്നിമാരുടെ സൗന്ദര്യം, അവരുടെ വശ്യസുന്ദരമായ മന്ദഹാസം. ഇതിലും കൂടുതൽ വർണ്ണിച്ചിട്ടുണ്ട്, എനിക്ക് എഴുതാൻ കിട്ടണില്ല, അതുകൊണ്ട് എഴുതാതിരുന്നതാണ്. നിങ്ങൾ വായിക്കുമ്പോൾ അത് നന്നായി വായിക്കണേ. കാരണം ഭഗവാന്റെ പത്നിമാർ സാധാരണ സ്ത്രീകളല്ല, അവരുടെ ഭംഗി, അവരുടെ കടക്കണ്ണേറുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മഹായോഗിയുള്ള ശിവനെ പോലും കാമാതുരാക്കുന്ന അത്രയും ഭംഗിയുള്ള സ്ത്രീകളാണ് ആര്? ദ്വാരകയിലെ രാജ്ഞിമാർ. പക്ഷേ കൃഷ്ണ ഭഗവാനെ പ്രക്ഷുബ്ധമാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മഹായോഗിയുള്ള ശിവനെ പോലും അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഈ സുന്ദരിമാരുടെ ചലനങ്ങൾ കൊണ്ടും കടക്കണ്ണേറുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ കൃഷ്ണ ഭഗവാന്റെ മനസ്സ് ഒട്ടും പ്രക്ഷുബ്ധമായില്ല എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇവരുടെ പ്രാർത്ഥന പ്രകാരം, ഇവരുടെ ആഗ്രഹപ്രകാരം ഭർത്താവിൻ്റെ റോൾ അഭിനയിച്ചു എന്ന് പറയുന്നത്. ഒറിജിനൽ ഒരു ഭർത്താവ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു കൃഷ്ണ ഭഗവാൻ ഇവരോട് ആക്ട് ചെയ്തത്. പക്ഷെ ഒട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇവരോട് ഒരു ആസക്തിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ത്രീജനങ്ങൾക്ക് ഭയങ്കര ആസക്തിയായിരുന്നു ഭഗവാനോട് എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ
കാരണം പിന്നെ പക്ഷേ സ്ത്രീകൾ വിചാരിച്ചു ഇവരുടെ വികാര ചേഷ്ടകളും ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ പ്രക്ഷുബ്ധമാക്കാൻ കഴിഞ്ഞില്ല. ഈ ലീലകളെല്ലാം ഭൗതികതയ്ക്ക് അതീതമായാൽ ഭൗതികത ലവലേശം അതിലില്ല. പക്ഷെ ഈ സ്ത്രീജനങ്ങൾ എന്താ വിചാരിച്ചു, ശുദ്ധ ഹൃദയരും അതിലോലരുമായിട്ടുള്ള ഈ ഭഗവാന്റെ പത്നിമാർ വിചാരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയതമൻ കൃഷ്ണൻ ഞങ്ങളുടെ കൺട്രോളിലാണ് എന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. ഞങ്ങൾ വിചാരിക്കുന്നിടത്താണ് ഈ കൃഷ്ണൻ നിൽക്കണമെന്നും അല്ലേ, ഞങ്ങളാ നിയന്ത്രിക്കപ്പെടുന്നെന്ന് ഇവരുടെ പാവങ്ങൾ അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞു. ഇവരുടെ ശുദ്ധ ഹൃദയങ്ങളായിരുന്നു, ഇവർ അതിലോലരായിരുന്നു അല്ലേ. അതുകൊണ്ട് ഇവർ അങ്ങനെ തെറ്റിദ്ധരിച്ചു ഭഗവാന്. പക്ഷെ അവർ തങ്ങളുടെ ഭർത്താവിന്റെ മഹാത്മ്യം അവർക്ക് അറിയായിരുന്നില്ല, അവർക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ബോധം കെട്ട് വീഴും അവർ. ഭഗവാന്റെ ഈ കംപ്ലീറ്റ് ശക്തികൾ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ബോധം കെട്ട് വീഴും. ആ ശക്തിമാനാണ് അവരുടെ ഭർത്താവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അല്ലേ പ്രേമവാചനം ഞങ്ങളുടെ കൺട്രോളാണ് ഭഗവാൻ അവർ വിചാരിച്ചു. അവർ അത്രയ്ക്കും പ്രേമമായിരുന്നു ഭഗവാൻ. ഇതൊന്നും മനസ്സിലാവണില്ല അവർക്ക്. പ്രേമം അധികമായ ഒരു എന്താ പറയുക ഈ നിയമങ്ങളൊന്നും അവർക്ക് അറിയാൻ മനസ്സിലാവുന്നു അല്ലേ. ബ്രജവാസികൾക്ക് അങ്ങനെയാണ്. പ്രേമത്തിന്റെ മുകളിലായത് കാരണം അവർക്ക് ഒരു നിയമവും ഇല്ല. കൃഷ്ണനെ വഴക്കുണ്ടാക്കാം അല്ലേ. ഈ യോഗികൾ മുഴുവൻ അന്വേഷിക്കുന്ന ആളാണ് ഈ വ്രജത്തിൽ ഓടി നടക്കുന്നല്ല. യശോദ എന്താ ചെയ്യണത്, വടി കൊണ്ട് തല്ലാൻ ഓടുന്ന കെട്ടിയിടും അല്ലേ. യശോദയ്ക്ക് ബോധം കെട്ട് വീഴും. ഈ നാരദമുനിയെ പോലുള്ള മഹാഋഷികൾ ഇദ്ദേഹത്തിന് എന്ത് പാദം ഒന്ന് കാണാൻ സ്പർശിക്കാൻ ബുദ്ധിയായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത്. ആ ആളിനാണ് ഈ ഗോപിയന്മാരെന്താ ചെയ്യണത് അല്ലേ. ഗോപിയന്മാര് വള്ളത്തിൽ ഒരുമിച്ച് തോണിയിൽ പോയിട്ട് ഭഗവാനെ ഒന്തിയിടും. അങ്ങനെയൊക്കെ ചെയ്യും. ഭഗവാനെ രാധാറാണി അടിക്കും. കാരണം പ്രേമം കൂടി 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 ആ ബന്ധത്തില് നിയമങ്ങളും ഇല്ല, ഒന്നുമില്ല. ഭഗവാനെ നിസ്സാരമായിട്ട് തോന്നുക അവർക്ക്. അവരുടെ കളിപ്പാവ പോലെ കൃഷ്ണനെ തോന്നും ഈ ഗോപിമാർക്കും അമ്മമാർക്കും ഒക്കെ. അങ്ങനെയാണ് ദ്വാരകയിലെ പത്നിമാർക്കും തോന്നിയിട്ട് എൻ്റെ ഭർത്താവാണ്, ഞാൻ പറഞ്ഞോടത്ത് നിൽക്കുക എന്നൊക്കെ തോന്നി. പക്ഷെ പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള കാര്യം അന്വേഷിക്കുന്ന ആളാണ് കൃഷ്ണ ഭഗവാൻ. അത് കുറച്ചും കൂടെ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ. അത് നന്നായി വായിക്കണം. ഈ 11ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പോയിന്റാണ്. വൈകുണ്ഠത്തിലെയും ഗോലോകത്തിലെയും ഇത്തരം ലീലകൾ ഇവിടെ ഭൂമിയിൽ അവതരിപ്പിച്ച് ഭഗവാൻ പ്രദർശിപ്പിച്ചു. എന്തിനാണ്? ഭക്തരായ എല്ലാ മുക്താത്മാക്കളും ഇത്തരം അതീന്ദ്രിയ ലീലയിൽ ഭഗവാനോടൊപ്പം പങ്കെടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്തിനാണ് ഇത് കാണിക്കണേ? എൻ്റെ വൈകുണ്ഠധാമം ഇതുപോലെയാണ്, ഇതുപോലെ സമ്പൽ സമൃദ്ധം സുന്ദരവുമാണ്. എൻ്റെ പത്നിമാർ അതിസുന്ദരികളാണ്. എൻ്റെ പ്രജകൾ ഇങ്ങനെ സുഖലോലുപരായിട്ടാണ് ജീവിക്കുന്നത്. ഇതുപോലെ അങ്ങോട്ട് വരൂ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്ന് കഷ്ടപ്പെടരുത് എന്ന് കാണിക്കാനാണ് കൃഷ്ണ ഭഗവാൻ ഈ വൈകുണ്ഠത്തിൽ ലീലകൾ ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുന്നത്. അടുത്തത് വൃന്ദാവൻ എന്താ കാണിക്കുന്നത്? എൻ്റെ ഗോലോകം എങ്ങനെയാണ് അല്ലെ, എത്ര മധുരമാണ് എൻ്റെ ഗോലോകം എന്ന് കാണിക്കാനാണ് ഭഗവാൻ തൻ്റെ മുക്താത്മാക്കളെ കൊണ്ട് ഇവിടെ വന്ന് അദ്ദേഹം പല രൂപത്തിലിവിടെ ലീലകളാടി നമ്മളെ ആനന്ദിപ്പിച്ചു. ഈ കഷ്ടപ്പെടുന്ന ബദ്ധജീവാത്മാക്കൾക്ക് കൃഷ്ണ ഭഗവാനോട് ആകർഷണം തോന്നാനായിട്ട് ഭഗവാന്റെ മധുരാലീലകൾ, ദ്വാരകാലീലകളിലെ വൃന്ദാവന ലീലകളൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭഗവാന്റെ കാരുണ്യത്തിൽ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു കൃഷ്ണ അല്ലേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകാ പ്രവേശനം എന്ന 11ാം അധ്യായം പ്രഥമ സ്കന്ധം ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഈ ചാപ്റ്റർ ശ്രീ രാധാകൃഷ്ണന്മാരുടെ പാദത്തിൽ സമർപ്പിക്കും. ഹരേ കൃഷ്ണ. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഇനി അറിയാണ്ട് എന്തൊക്കെയാണ് അറിയാൻ കഥകൾ. എനിക്ക് എല്ലാം ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ. വേഗം ഓരോ ചാപ്റ്ററായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇനി എന്തോരം ലീലകളാ ഭഗവാൻ നമുക്ക് പഠിക്കാനുള്ളൂ. ഓരോ ചാപ്റ്ററിലും ഓരോന്ന്. പിന്നെ വൈകുണ്ഠ ഗ്രഹങ്ങൾ മുഴുവൻ വർണ്ണിക്കുന്നത് 2ാം സ്കന്ധത്തിൽ. ഇതൊക്കെ എപ്പോഴാണ് പറഞ്ഞു തരാമെന്ന് ആലോചിക്കുന്നത്. 2ാം സ്കന്ധം എത്തിക്കിട്ടണ്ടേ അല്ലേ. അപ്പോൾ അതാണ് കാരണം. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സന്തോഷമല്ലേ, പറയണവർക്കും. അപ്പോൾ ഇത് വായിക്കും കൂടെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ്വാരകാറാണിമാരുടെ എല്ലാ കാര്യങ്ങളും ആ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പറ്റുമെന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ സമയം കുറേ ആയോ? കറക്റ്റ് 12:30 കഴിഞ്ഞു നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. പ്രഭുടെ മാതാജിയോട് ഒരു 5 മിനിറ്റ് കീർത്തനം ചെയ്യാൻ പറ്റും. പ്രഭുടെ മാതാജി പുറത്താണ്.